നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ധവളപത്രം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചു. മഴക്കാല മുന്നൊരുക്കം റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ട ദൗത്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 7ാം സംസ്ഥാന ധന കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്ന് വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ധവളപത്രം മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യത. ട്രഷറി പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്നും ചൂണ്ടിക്കാട്ടുന്ന ധവളപത്രം മുഖ്യമന്ത്രി നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചു. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി KM ചന്ദ്രശേഖരൻ അധ്യക്ഷനായ സമിതിയാണ് സാമ്പത്തിക നില പരിശോധിച്ച് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാന വരുമാനത്തിന്റെ 77% ശമ്പളം, പെൻഷൻ, പലിശ തുടങ്ങിയ നിർബന്ധിത ചെലവിനാണ് ഉപയോഗിക്കുന്നത്. DA കുടിശ്ശിക, കരാറുകാർക്ക് നൽകാനുള്ളത് എന്നിവ ഉൾപ്പെടെ 48,733 കോടി രൂപയുടെ കുടിശ്ശിക ബാധ്യതകളാണ് പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നത്. കിഫ്ബിക്ക് 21,000 കോടിയുടെ വായ്പാ ബാധ്യതയാണുള്ളത്. 35,000 കോടി രൂപ പദ്ധതികൾക്കായി കണ്ടെത്തണമെന്നും ധവളപത്രം വ്യക്തമാക്കുന്നു. മഴക്കാല മുന്നൊരുക്കം റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കാലവർഷം നേരിടുന്നതിനായി കോഴിക്കോട് ജില്ല സജ്ജമാണെന്ന് ജില്ലയുടെ ചുമതലയുള്ള റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സുരക്ഷയ്ക്കും സേവനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി അവരിലേക്ക് എത്തിക്കുന്നതിനുമാണ് സർക്കാർ പ്രാമുഖ്യം നൽകുന്നത്. ഇതിനായി വിവിധ വകുപ്പുകളുടെ സഹകരണവും ഏകോപനവും മന്ത്രി ആവശ്യപ്പെട്ടു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാനതല യോഗത്തിന് തുടർച്ചയായാണ് ജില്ലാതല യോഗമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രവർത്തനങ്ങൾ ഏറ്റവും താഴെത്തട്ട് മുതൽ തുടങ്ങണം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വില്ലേജ്, താലൂക്ക് തലം മുതൽ ജില്ലാ തലം വരെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതുണ്ട്. ഇതിനായി റവന്യൂ, ആരോഗ്യം, തദ്ദേശം തുടങ്ങിയ വകുപ്പുകൾ ഫലപ്രദമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മന്ത്രി പറഞ്ഞു. പകർച്ചവ്യാധികൾ നേരിടുന്നതിനായി പ്രത്യേക ജാഗ്രതയും മുൻകരുതലും ആവശ്യമാണ്. ആശുപത്രികളിൽ മരുന്നും മറ്റു സജ്ജീകരണങ്ങളും ആവശ്യത്തിന് ഉണ്ട് എന്നതും മന്ത്രി ഉറപ്പാക്കി. മഴക്കാലത്ത് സ്കൂളുകളിൽ പ്രത്യേക ജാഗ്രത ആവശ്യമാണ്. സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ഓടകൾ വൃത്തിയാക്കുന്നതുൾപ്പെടെയുള്ള മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സജ്ജീകരണങ്ങൾ, കടൽക്ഷോഭം നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങൾ മന്ത്രി വിലയിരുത്തി. യോഗത്തിൽ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വിവിധ വകുപ്പുകൾ നടത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർ വിശദീകരിച്ചു. റവന്യൂ, ആരോഗ്യം, പോലീസ്, അഗ്നിരക്ഷാ സേന, തദ്ദേശ സ്വയംഭരണം, വനം, പൊതുവിദ്യാഭ്യാസം, KSEB, ഫിഷറീസ് കോർപ്പറേഷൻ, വാട്ടർ അതോറിറ്റി, മേജർ, മൈനർ ഇറിഗേഷൻ, മോട്ടോർ വാഹനം തുടങ്ങിയ വകുപ്പുകൾ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. വകുപ്പുകൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും യോഗത്തിൽ ചർച്ച ചെയ്തു. സബ് കളക്ടർ S ഗൗതം രാജ്, സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ്, റൂറൽ SP T ഫറാഷ്, ADM P അഖിൽ, അസിസ്റ്റന്റ് കളക്ടർ മാളവിക G നായർ, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ M സാജിദ്, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് കേരളം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ട ദൗത്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മയക്കുമരുന്ന് വ്യാപനമെന്നും അതിനാൽ കേരളത്തിന്റെ മണ്ണിൽ നിന്നും ഈ വിപത്തിനെ തൂത്തെറിയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന ദൗത്യം കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. യുവതയാണ് ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതിയുടെ നാഴികക്കല്ല്. യുവതയെ മയക്കിക്കിടത്തി സമൂഹത്തിന്റെ പുരോഗതി ഇല്ലാതാക്കുകയാണ് മയക്കുമരുന്ന് മാഫിയകൾ ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വ്യാപനം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ സ്ഥിതിവിശേഷമാണ്.
കേരള പോലീസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മയക്കുമരുന്നുകൾക്കെതിരെയുള്ള തൂഫാൻ ദിനാർക്കോ ഹണ്ട് എന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. ഇന്റലിജൻസ് ഐജിയുടെ നേതൃത്വത്തിൽ നാർക്കോട്ടിക് സെല്ലും ക്രൈംബ്രാഞ്ചും ഉൾപ്പെടെയുള്ള പോലീസ് സംവിധാനം ജില്ലാ തലങ്ങളിലും താഴേക്കും ലഹരിമരുന്ന് മാഫിയകൾക്കെതിരെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും. തൂഫാൻ പദ്ധതി ഭാവി തലമുറയ്ക്കായുള്ള ദൗത്യമാണ്. ഇത് വിജയിക്കണമെങ്കിൽ പൊതുസമൂഹത്തിന്റെ പൂർണ്ണ സഹകരണം ആവശ്യമാണ്. മയക്കുമരുന്ന് വിപണനം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പോലീസിന് കൈമാറണം. ഇതിനായി ആപ്പുകൾ സജ്ജമാക്കും. രഹസ്യ വിവരം നൽകുന്നവരുടെ സംരക്ഷണം പോലീസ് ഉറപ്പുവരുത്തും. പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിബന്ധങ്ങളുണ്ടായാൽ വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡാർക്ക് വെബിൽ നിന്ന് കച്ചവടം നടത്തുന്നവർക്കെതിരെയും നടപടിയുണ്ടാകും. മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെടുന്നവർക്ക് അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉണ്ടാകും. ഇവ തകർക്കുന്നതിനായുള്ള നടപടികൾ കേരള പോലീസ് തയ്യാറാക്കിയിട്ടുള്ളതായും അദ്ദേഹം പറഞ്ഞു. 7ാം സംസ്ഥാന ധന കമ്മീഷൻ ഗവർണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. 7ാം സംസ്ഥാന ധന കമ്മീഷന്റെ 2026-27 അനുബന്ധ റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് സമർപ്പിച്ചു. സംസ്ഥാന സർക്കാർ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് 2026-27 കൈമാറേണ്ട ധനവിഭവങ്ങൾ സംബന്ധിച്ച ശുപാർശകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ധനവിന്യാസത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16ാം കേന്ദ്ര ധന കമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് നൽകുന്ന ധനസഹായത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് കേരളത്തിലെ പ്രാദേശിക ഗവൺമെന്റുകളുടെ വികസന പദ്ധതികളിൽ ആവശ്യമായ മാറ്റം വരുത്തി കേന്ദ്ര ധന കമ്മീഷൻ ഗ്രാന്റുകൾ നഷ്ടമാകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള പ്രായോഗിക നിർദ്ദേശങ്ങളാണ് അനുബന്ധ റിപ്പോർട്ടിൽ ഉള്ളത്. പരിസ്ഥിതി ദിനം സംസ്ഥാനത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, വൃക്ഷത്തൈ നടൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിവിധ ജില്ലകളിലായി നടന്നു. സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് ആയിരക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസുകൾ, ചിത്രരചന, പോസ്റ്റർ രചനാ മത്സരങ്ങൾ, പരിസ്ഥിതി പ്രതിജ്ഞ എന്നിവ സംഘടിപ്പിച്ചു. മൺസൂൺ ജലായനങ്ങൾക്കുള്ള സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ജലായനങ്ങളുടെ ഉടമകളും ഓപ്പറേറ്റർമാരും ജീവനക്കാരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേരള മാരിടൈം ബോർഡ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴ, ശക്തമായ കാറ്റ്, തിരമാലകൾ എന്നിവയുള്ളപ്പോൾ യാതൊരു കാരണവശാലും ജലായനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളതല്ല. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, മറ്റ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ എന്നിവ പുറപ്പെടുവിക്കുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ കർശനമായി പാലിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ജില്ലാ കൺട്രോൾ റൂമിൽ വിവരമറിയിച്ച് സഹായം തേടണം. യാത്രാവേളകളിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ എത്രയും വേഗം സുരക്ഷിതമായ തീരത്തേക്ക് മാറി സുരക്ഷ ഉറപ്പാക്കണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.